Hello everyone. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12 ബയോളജിയിലെ one of the most important and interesting topic, human health and diseases. So board examsiനും competitive examsiനും ഒക്കെ അത്യാവശ്യം weightage ഉള്ള ഒരു ചാപ്റ്റർ ആണ്. So in this session we will deal with the first part of this chapter, that is common diseases in humans. മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അവ ഉണ്ടാകാൻ കാരണമാകുന്ന അണുക്കളെയും കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. So before that I'd like to introduce a term, that is pathogens. So pathogens are organisms that cause disease in man. മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്ന അണുക്കളെയാണ് pathogens എന്ന് പറയുന്നത്. They can be bacteria, viruses, fungi, protozoans, helminths, etc. So disease causing organisms are called pathogens. ഇനി നമുക്ക് ഈ പാഠത്തിൽ പറയുന്ന ചില അസുഖങ്ങളെ പറ്റി പഠിക്കാം. ആൻഡ് മലേറിയയെ പറ്റിയായിരിക്കും ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ടു ബിഗിൻ വിത്ത് ടൈഫോയിഡ്. ടൈഫോയിഡിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഏതൊരു അസുഖവും നിങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ആൻസർ പേപ്പറിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പാത്തജൻ. ടൈഫോയിഡ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ ദി ബാക്ടീരിയ സാൽമനെല്ല ടൈഫി. ആൻഡ് സോൾസ്. സോൾസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ബാക്ടീരിയ കാണപ്പെടുന്നത്, ദാറ്റ് ഇസ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആക്ട്സ് ആസ് ദി സോഴ്സ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ. എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഈ ബാക്ടീരിയ പ്രവേശിക്കുന്നത്, ദാറ്റ് ഇസ് ദി ഫീക്കോ ഓറൽ റൂട്ട്. സോ ദിസ് ബാക്ടീരിയ ഇസ് പ്രസന്റ് ഇൻ ദി ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ which contaminates food and water, and when a healthy person ingests this, the person gets infection. So fecal-oral route of transmission. Next, clinical characteristics. That means ഈ അസുഖം വന്നു കഴിയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. Most important one is sustained high fever associated with weakness, stomach pain, constipation, headache, loss of appetite. പിന്നെ കാണപ്പെടുന്നതാണ് അൾസേഴ്സ് ഇൻ ദി ഇൻഡസ്റ്റൈൻ ലീഡിംഗ് ടു ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് ഇൻ സിവിയർ കേസസ്. ടൈഫോയിഡിൽ ഓർത്തിരിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ടൈഫോയിഡിന്റെ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന വൈഡാൽ ടെസ്റ്റ്. സോ ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ഇസ് ഡൺ ബൈ ദി വൈഡാൽ ടെസ്റ്റ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട വേറെ ഒരു ടേം, ടൈഫോയിഡ് മേരി. മേരി മല്ലൻ, ഓൾസോ നോൺ ആസ് ടൈഫോയിഡ് മേരി, വാസ് എ കുക്ക് ബൈ പ്രൊഫഷൻ. She was a typhoid carrier. Historical importance ഉള്ള ഒരു കേസാണിത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ടേം കുറെ കേട്ടിട്ടുണ്ടാവും ഈ ഡിസീസിനെ പറ്റി. സോ പാത്തജൻ അല്ലെങ്കിൽ കോസേറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ തന്നെയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. സോൾസ്, ഡ്രോപ്ലെറ്റ്സ് ഓർ എയറോസോൾസ് റിലീസ്ഡ് ബൈ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് ഈ ഇൻഫെക്ഷൻ ഉള്ളയാളുടെ ശരീരത്തിൽ നിന്നും വരുന്ന ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എയറോസോൾസ്, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വരുന്നത്. സോ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് ഇൻഹലേഷണൽ റൂട്ട്. ദാറ്റ് മീൻസ് ഒരു ഹെൽത്തി പേഴ്സൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ എയറോസോൾ ഇൻഹേൽ ചെയ്യുമ്പോഴാണ് ഈ ബാക്ടീരിയ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്. ക്ലിനിക്കൽ ക്യാരക്ടേഴ്സ്. ആൽവിയോളൈ ഓർ ദി എയർ ഫിൽഡ് സാക്സ് ഓഫ് ദി ലങ്സ് ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. ആ കണ്ടീഷന് പറയുന്നതാണ് കൺസോളിഡേഷൻ. ദർ ഇസ് സിവിയർ പ്രോബ്ലംസ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ പ്രൈമറിലി ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത് റെസ്പിറേഷനിലുള്ള ഡിഫിക്കൽറ്റിയാണ്. ദ സിംറ്റംസ് ഓഫ് ന്യൂമോണിയ ഇൻക്ലൂഡ് ഫീവർ, ചിൽസ്, കഫ് ആൻഡ് ഹെഡ് ഏക്ക്. സിവിയർ കേസസിൽ ലിപ്സും ഫിംഗർ നെയിൽസും ഒക്കെ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളറാകും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓക്സിജനേഷനിൽ കുറവ് വരുന്നതുകൊണ്ടാണ്. ഇതിന് മെഡിക്കൽ ടേംസിൽ പറയുന്നത് സൈനോസിസ് എന്നാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ന്യൂമോണിയ. നെക്സ്റ്റ് ഇസ് മലേറിയ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്, മലേറിയ. ഇതിവിടെ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. യൂഷ്വലി ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ മലേറിയ പാത്തജൻ ഇസ് എ പ്രോട്ടോസോവൻ കോൾഡ് പ്ലാസ്മോഡിയം. ഇനി ഇമ്പോർട്ടൻറ്റ് പ്ലാസ്മോഡിയം സ്പീഷീസ് ആ പ്ലാസ്മോഡിയം വൈവാക്സ്, മലേറിയ, ഫാൽസിപാരം, ഒവൈൽ. പ്ലാസ്മോഡിയം ഫാൽസിപാരം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഫാൽസിപാരം ഇൻഫെക്ഷനിൽ മെനിഞ്ചിയൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഹൈലി
ഫേറ്റൽ. ഇനി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് ഈ പ്രോട്ടോസോവൻ പ്ലാസ്മോഡിയത്തിന്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇസ് ദി ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. മോഡ് ഓഫ് ഇൻഫെക്ഷൻ വെക്ടർ ബോൺ ആണ്. ബൈറ്റ് ഓഫ് ദി ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റ്സ് ദി ഡിസീസ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ദി ഇൻഫെക്റ്റീവ് ഫോം. മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന ഇൻഫെക്റ്റീവ് ഫോമിന്റെ പേരാണ് സ്പോറോസോവൈറ്റ്സ്. The infective form of Plasmodium is sporozoites. Another important factor is the host. രണ്ട് host ഉണ്ട്. That is an intermediate host and a definitive host. Mosquitoes are a definitive host. Humans are the intermediate host. So female Anopheles mosquito is both the vector or the transmitting agent as well as the definitive host in case of Plasmodium. ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം പഠിക്കാം. സോ ആദ്യമേ പറഞ്ഞ പോലെ പ്ലാസ്മോഡിയത്തിന് രണ്ട് ഹോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ ഹോസ്റ്റ് ആൻഡ് ദി മോസ്കിറ്റോ ഹോസ്റ്റ്. പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ദി ഹ്യൂമൻ ബോഡി ആസ് സ്പോറോസോവൈറ്റ്സ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്താണ് ഇൻഫെക്റ്റീവ് ഫോമായ സ്പോറോസോവൈറ്റ്സ് ആണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ ബൈറ്റ് വഴി ഹ്യൂമന്റെ ബോഡിയിൽ എൻറ്റർ ചെയ്യുന്നത്. And these sporozoites multiply within the liver cells. So bloodstream വഴി ആദ്യം തന്നെ ലിവറിലെത്തിയിട്ട് ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഹെപ്പറ്റോസൈറ്റ്സിനെ റപ്ചർ ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ആകുന്നു. അത് കഴിഞ്ഞ് RBCs അഥവാ റെഡ് ബ്ലഡ് സെൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്ത് അവരവരുടെ എസെക്ഷുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എസെക്ഷുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് RBCസിനെ റപ്ചർ ചെയ്യുന്നു, റിലീസിങ് ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോസൈറ്റ്സ്. The rupture of RBC releases male and female gametocytes. അതായത് asexual സ്റ്റേജിൽ നിന്നും ഗമീറ്റോസൈറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. The rupture of RBC also releases a toxic substance called hemozoin. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. A toxic substance called hemozoin which is responsible for chills and high fever. 3 to 4 days ലാസ്റ്റ് ചെയ്യുന്ന ചിൽസ് ആൻഡ് ഹൈ ഫീവർ കോസ് ചെയ്യുന്നത് ഹീമോസോയിൻ എന്ന് പറഞ്ഞ ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. സോ നൗ ഗമീറ്റോസൈറ്റ്സ് ആർ പ്രസന്റ് ഇൻ ദി ബ്ലഡ് സ്ട്രീം. അനദർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഒരു ഹെൽത്തി ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ്സ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഈ ഗമീറ്റോസൈറ്റ്സ് enters the mosquito's body along with its meal. Male and female gametocytes ഡെവലപ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ദി സൈഗോട്ട് ഡെവലപ്സ് ഇൻ ദി മോസ്കിറ്റോസ് ഗട്ട്. ഫ്രം മോസ്കിറ്റോസ് ഗട്ട് ഇറ്റ് ട്രാവൽസ് ടു ദി സലൈവറി ഗ്ലാൻഡ് ഓഫ് ദി മോസ്കിറ്റോ. എന്നിട്ട് സലൈവറി ഗ്ലാൻഡിൽ കിടന്ന് സ്പോറോസോവൈറ്റ്സ് ആയി മാറുന്നു. So now sporozoites that are present in the salivary gland, when this mosquito bites a human, the sporozoites are introduced into that person's body and ഈ events എല്ലാം ഒരു സൈക്കിൾ ഒന്നുകൂടി നടക്കുന്നു. സോ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ഒരിക്കൽ കൂടി ബ്രീഫായിട്ട് പറയാം. രണ്ട് ഹോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ ഹോസ്റ്റ് ആൻഡ് മോസ്കിറ്റോ ഹോസ്റ്റ്. സോ ഒരു ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ഹ്യൂമണിനെ ബൈറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്റ്റീവ് ഫോം ആയിട്ടുള്ള സ്പോറോസോവൈറ്റ്സ് ആ ഹ്യൂമൻ്റെ സർക്കുലേഷനിൽ ചെല്ലുന്നു. ബ്ലഡ് വഴി ലിവറിൽ റീച്ച് ചെയ്യുന്നു, ലിവർ സെൽസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് റിലീസാകുന്നത് ബ്ലഡ് വഴി RBCയിൽ കയറുന്നു. RBCയിൽ എസെക്ഷുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗാമിറ്റോസൈറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോസൈറ്റ്സ് റിലീസ് ചെയ്യുന്നു. RBC റപ്ചർ ആകുന്നു. അന്നേരം ടോക്സിക് സബ്സ്റ്റൻസ് ഹീമോസോയിൻ ഇസ് റിലീസ്ഡ്. അതാണ് ചിൽസ് ആൻഡ് ഹൈ ഫീവറിന് കാരണമാകുന്നത്. ഇനി ഗാമറ്റോസൈറ്റ്സ് ഇൻ ബ്ലഡ് അടുത്ത ഹെൽത്തി മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ മോസ്കിറ്റോ ബ്ലഡ് മീലിനൊപ്പം അതിനെ ഇൻടേക്ക് ചെയ്യുന്നു. ആ മോസ്കിറ്റോയുടെ ഗട്ടിൽ കിടന്ന് അത് ഡെവലപ്പ് ചെയ്യുന്നു. സലൈവറി ഗ്ലാൻഡ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നു. സലൈവറി ഗ്ലാൻഡ്സിൽ സ്പോറോസോവൈറ്റ്സ് ഡെവലപ്പ് ആകുന്നു. ആ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ അനദർ ഹെൽത്തി ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഹ്യൂമൻ്റെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ്സ് എൻ്റർ ചെയ്യുന്നു ആൻഡ് ദി സൈക്കിൾ കണ്ടിന്യൂസ്.
Next disease is amoebiasis or amoebic dysentery. So the pathogen is again a protozoan here, Entamoeba histolytica. In its source, that is contaminated food products and water. Mode of infection, fecal-oral route as well as vector-borne. That is from the feces of an infected person which contaminates the food and water, അതിനെ ഒരു healthy person consume ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ vector-borne like houseflies-ന്റെ കാരണത്താൽ. The clinical characters is constipation, severe abdominal pain and cramps, stools with excess of mucus and blood clots ആണ്. So ഇതൊരു severe condition ആണ്. That is amoebiasis or amoebic dysentery. Next one is ascariasis. So ascariasisലെ pathogen ഒരു helminth ആണ്. So the pathogen is helminth named Ascaris അല്ലെങ്കിൽ Ascaris lumbricoides or roundworm. It's an intestinal parasite. So source again contaminated water and food like vegetables, fruits, etc. So soil ആണ് mainly കാണപ്പെടുന്നത്. Food items ആ soil contaminate ചെയ്യുമ്പോഴാണ് ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത്. Mode of infection is fecal-oral route. ഇവിടെ ഡയറക്റ്റ് എൻട്രി ഇല്ലെങ്കിലും ഫീക്കസ് ഓഫ് ദി ഇൻഫെക്റ്റഡ് പേഴ്സൺ സോയിലിൽ മിക്സ് ആയിട്ട് ആ സോയിലിൽ വളരുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ കണ്ടാമിനേറ്റ് ആവുന്ന റൂട്ട് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. ക്ലിനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേർണൽ ബ്ലീഡിംഗ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ ആൻഡ് ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്. സോ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ബ്ലോക്ക് ആവുന്നതിനുള്ള ഒരു കാരണം ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് അസ്കാരിയാസ്. The eggs of the parasite are excreted along with the fecus. അപ്പോൾ ഫീക്കസ് സ്റ്റഡി ചെയ്യുമ്പോൾ എഗ്സിൻ്റെ പ്രസൻസ് ഉള്ളതാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് അസ്കാരിയാസിസ്. നെക്സ്റ്റ് ഇസ് എലിഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ മന്ത് എന്ന് വിളിക്കുന്ന അസുഖമാണ് എലിഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. സോ പാത്തജൻ ഇസ് ഒരു വേം ആണ്, ദാറ്റ് ഇസ് ദി ഫൈലേറിയൽ വേം ഓർ വെച്ചറേറിയ. അതിന് രണ്ട് സ്പീഷീസ് ഉണ്ട്, വെച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് വെച്ചറേറിയ മലൈ. മോഡ് ഓഫ് ഇൻഫെക്ഷൻ വെക്ടർ ബോൺ ആണ്, മോസ്കിറ്റോ ബൈറ്റിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദി ലോവർ ലിംസ്, അതിനാണ് എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്. The genital organs are also affected, resulting in gross deformities. So ടെക്സ്റ്റിൽ നിന്നും എടുത്തിരിക്കുന്ന ഫിഗർ ആണിത്. ഇതിൽ കണ്ടാൽ മനസ്സിലാകും ലോവർ ലിംബിന്റെ ലിംഫാറ്റിക്സ് ഒബ്സ്ട്രക്റ്റ് ആകുമ്പോൾ ലിംഫ് കെട്ടിക്കിടക്കുകയും അതുമൂലം ലോവർ ലിംബും ദി ജെനൈറ്റൽ ഓർഗൻസ് എസ്പെഷ്യലി സ്ക്രോട്ടം ഇൻ കേസ് ഓഫ് മെയിൽ becomes enlarged, resulting in gross deformities. So that's all about elephantiasis or filariasis. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് റിംഗ്വേം ഇൻഫെക്ഷൻസ്. സോ റിംഗ്വേം ഇൻഫെക്ഷൻസ്, ദി പാത്തജൻ ഇസ് എ ഫംഗൈ that is belonging to the group Microsporum, Trichophyton and Epidermophyton. Appearance of dry scaly lesions on various parts of body such as skin, nails and scalp. So ഇതിലെന്ന് പറഞ്ഞാൽ സ്കിൻ ഡ്രൈ ആകുന്നു, സ്കെയിലി വരണ്ടു പോകുന്നു സ്കിൻ ഓൺ വേരിയസ് പാർട്സ് ഓഫ് ബോഡി സച്ച് ആസ് മെയിൻ ആയിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന 3 ഏരിയാസ് ആണ് സ്കിൻ, നെയിൽസ് ആൻഡ് സ്കാൽപ്പ്. പ്ലസ് ദർ ഇസ് ഇൻറ്റൻസ് ഇച്ചിങ്, വല്ലാത്ത ചൊറിച്ചിലും അനുഭവപ്പെടുന്നു. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഫേവേഴ്സ് ദി ഗ്രോത്ത് ഓഫ് ഫംഗൈ. സോ ചൂടും നനവുമുള്ള ഭാഗത്താണ് വളർച്ച കൂടുതലായി കാണുന്നത്, എസ്പെഷ്യലി ഇൻ ദി സ്കിൻ ഫോൾഡ്സ്, ദാറ്റ് ഇസ് ഇൻ ഗ്രോയിൻസ് ഓർ ഇൻ ബിറ്റ്വീൻ ദി ടോസ്. ഇനി എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ അക്വയർ ആകുന്നത്? അക്വയർഡ് ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽസ്, ക്ലോത്ത്സ് ഓർ ഈവൻ കോംബ് ഓഫ് ദി ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. സോ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് മെയിൻ്റനൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസസ്. റിംഗ്വേം ഇൻഫെക്ഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞ പകുതിയിലധികം ഇൻഫെക്ഷ്യസ് ഡിസീസസും, ടൈഫോയിഡ് ആയിക്കോട്ടെ, അമീബിയാസിസ് ആയിക്കോട്ടെ, പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ മെയിൻ്റനൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
So that's all about today's class. Hope you understood. So ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ആണ്. മലേറിയൻ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം നന്നായിട്ട് പഠിക്കുക. ബാക്കി ടോപ്പിക്സിൽ നിന്ന് യു ക്യാൻ എക്സ്പെക്ട് 3 or 1 mark questions. So that's it. Thank you.